ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തെ പ്രഭാത ധ്യാനത്തിനായി 29-ാം സങ്കീർത്തനം 5-ാം വാക്യം. യഹോവയുടെ ശബ്ദം ദേവദാരുക്കളെ തകർക്കുന്നു. യഹോവ ലെബാനോനിലെ ദേവദാരുക്കളെ തകർക്കുന്നു. സർവസൃഷ്ടിയുടെയും മേലുള്ള യഹോവയുടെ പരമാധികാരം സൂചിപ്പിക്കുന്ന വാക്കുകളാണിത്. ഇടിമുഴക്കമാകുന്ന ശബ്ദത്തിൻ്റെ പ്രത്യാഘാതങ്ങൾ ഇവിടെ വർണ്ണിക്കുന്നു. മരങ്ങളെ കടപുഴുക്കുകയും അവയുടെ തോലുരിക്കുകയും ചെയ്യുന്ന ശബ്ദമാണിത്. ലെബാനോനിലെ ദേവദാരുക്കൾ ശക്തിയുടെയും ദീർഘായുസിൻ്റെയും പ്രതീകങ്ങളാണ്. അവയെ തൻ്റെ ഇഷ്ടാനുസരണം ആജ്ഞാനുവർത്തികളാക്കുന്നു. എത്ര ശക്തമോ തകർക്കാൻ കഴിയാത്തതായി തോന്നുന്നതുമായ കാര്യമാണെങ്കിലും ദൈവത്തിൻ്റെ ശക്തിക്കും വചനത്തിനും അതിനെ മറികടക്കുവാൻ കഴിയുമെന്ന് ഈ ഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. മാറ്റം വരുത്താനും ഏറ്റവും ശക്തരെ പോലും താഴ്ത്താനുമുള്ള ദൈവത്തിൻ്റെ കഴിവിൽ വിശ്വസിക്കുവാൻ ഈ ഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. പ്രിയ സ്നേഹിതരെ, വലിയ മരങ്ങളെ തകർക്കാനും പർവ്വതങ്ങളെ പിഴുതെറിയാനും മരുഭൂമികളെ ഇളക്കാനും ദൈവത്തിൻ്റെ ശബ്ദത്തിന് ശക്തിയുണ്ടെങ്കിൽ ഏതൊരു കഠിന ഹൃദയനെയും രൂപാന്തരപ്പെടുത്തുവാൻ ഈ ശബ്ദത്തിന് സാധ്യമാണ്. ഈ നോമ്പ് നാളുകളിൽ ഈ ശബ്ദത്തിനായി നമുക്ക് കാതോർക്കാം. അവൻ നമ്മെ രൂപാന്തരപ്പെടുത്തും. പ്രാർത്ഥിക്കാം. കർത്താവേ, നിൻ്റെ ശബ്ദത്തിൻ്റെ ശക്തി തിരിച്ചറിയാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ. മഹത്വം നീ എടുക്കണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമീൻ.